ഇന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാണ്. നമ്മൾ പൊതുവെ ട്രെയിലർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടു തുടങ്ങിയതിന് ശേഷം ട്രെയിലറിൻ്റെ ഇടയിലാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഡീകോഡ് ചെയ്യാനും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അത്തരത്തിൽ റിയാക്ട് ചെയ്യണോ അതോ മൊത്തം ട്രെയിലർ കണ്ടതിന് ശേഷം ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയണോ എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ചസിൽ വരുത്തണമെങ്കിൽ വരുത്താം. ഇന്ന് ഒരുപാട് സിനിമകളുടെ രണ്ട് പ്രധാനപ്പെട്ട സിനിമകളുടെ ട്രെയിലർ അപ്ഡേറ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാത്രി 8:07 ഞാൻ കാത്തിരിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന അയലാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ വരാനായിട്ട് പോകുന്നുണ്ട്. ഈ സിനിമ ഞാൻ ബെസ്റ്റ് എന്ന് വിശ്വസിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷം കൊണ്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് അയലാൻ എന്ന് പറയുന്നത്. ശിവകാർത്തികേയൻ 10 പൈസ പോലും മേടിക്കാതെ ചെയ്തേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അത് പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണോ അതോ ഈ സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ വലിയ ഹോപ്പ് കൊണ്ടാണ് ഈ സിനിമ ചെയ്തേക്കുന്ന കാര്യം അറിയില്ല. പക്ഷേ ഇന്ത്യയിൽ തന്നെ കണ്ടേക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് VFX ചെയ്തേക്കുന്ന ഒരു സിനിമയായിരിക്കും അയലാൻ എന്നുള്ളൊരു കാര്യമാണ് ഈ സിനിമയുടെ ടീം പ്രോമിസ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തെലുങ്കിൽ നിന്നൊരു ബാഹുബലി വന്നേക്കുന്ന പോലെ തമിഴിൽ നിന്ന് മറ്റൊരു ബാഹുബലി ലെവൽ സിനിമയായിരിക്കും അയലാൻ എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നിയിൻ സെൽവൻ 2.0 എന്നിങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തേക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമ മേടിച്ച് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ എന്തോ സംഭവം ഇருக்கு എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത്. അച്ഛൻ 80 ഇല്ലേ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേര് മിഷൻ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 എന്നാക്കി എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് അന്ന് തന്നെ തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു. ഇത് ഏകദേശം ഒരു 6 മാസം മുമ്പേ വന്നിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ടീമിന്റെ ഭാഗത്തുനിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയുടെ റൈറ്റ്സ് മേടിച്ചതിന് ശേഷമാണ് ഈ കഥനെ വലിയൊരു ക്യാൻവാസിലോട്ട് ആക്കിയതിനു ശേഷം മിഷൻ എന്ന് പറയുന്ന രീതിക്ക് ഈ സിനിമയുടെ പേര് മറ്റു കിട്ടേക്കുന്നതായിട്ട് കേൾക്കാൻ പറ്റിയായിരുന്നേ. അരുൺ വിജയ്, എമി ജാക്സൺ, നിമിഷ സജയൻ എന്നിങ്ങനെയുള്ള ആക്ടേഴ്സ് ഒക്കെ അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ് മിഷൻ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ട്രെയിലർ എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടുനോക്കാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ലൈക്ക പ്രൊഡക്ഷൻസ് സുഭാസ്കരൻ പ്രസൻസ്. എന്തുവാടേ ഇത്? ഗെയിമാണ് ഉണ്ടാക്കി വെച്ചാണ്. UK ഒരു ജയിലിൽ നിന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്തോ ഒരു ആനിമേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, നമ്മളോട് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ജയിൽ പോലെയാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ജയിലിൻ്റെ മുകളിലുള്ള ഫ്ലാഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടൻ്റെ ഫ്ലാഗ് ലൈക്ക് UK ഫ്ലാഗ് ആണെന്നൊക്കെ കാണാൻ പറ്റുന്നത്. സാധാരണ ഡ്രോൺ ഷോട്ട് കാണിക്കുന്ന സമയത്ത് ആ ലൊക്കേഷനിലും ആ സ്ഥലത്തൊക്കെ കിടക്കുന്ന ഒരു കഥ പോലെയാണ് നമുക്ക് സാധാരണ കാണാൻ പറ്റാറുള്ളത്. സോ അതായത് UK വെച്ച് കിടക്കുന്ന ഒരു ജയിലിനകത്ത് വെച്ച് കിടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്ന കാര്യം അറിയില്ല. ഇതിന്റെ ചുറ്റുഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പച്ചപ്പുള്ളൊരു ഏരിയ ഉള്ളത്, അതായത് കാടിനകത്തുള്ളൊരു അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ലൈക്ക് അബാൻഡൻ മീൻസ് ഇൻ ദ സെൻസ് പുറത്തേക്ക് അധികം ആൾക്കാരെ അറിയാത്ത ഒരു ജയിലാണോ ഈ ഒരു സിനിമ ഇത് കാണുന്ന സമയത്ത് ചില ആൾക്കാർക്ക് കത്തിയിട്ടുണ്ടാവും. ഏതൊരു ഇംഗ്ലീഷ് പടം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. സോ ജോൺ, നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ജോൺ എന്നാണ്. ഓക്കെ, നമ്മുടെ ലിയോയിലുള്ള കുട്ടിയാണ്. അടിയുടെ അടി അടിക്കടാ ഇങ്ങനെ പൊരിഞ്ഞടിക്കാരനട്ടോ. അരുൺ വിജയ്, അയ്യോ സ്റ്റണ്ട് സിൽവയുടെ സ്റ്റണ്ടാണ്. അതാണ് ഈ റേഞ്ച്. യെസ്, സിൽവയുടെ സ്റ്റണ്ടാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK വെച്ച് നടക്കുന്ന ഒരു ജയിലിനകത്ത് വെച്ച് നടക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജോൺ എന്നാണ്. ജോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹം ബേസിക്കലി ഒരു ഇന്ത്യനാണ്. ആൻഡ് ഇന്ത്യനാണ് ഇദ്ദേഹം എവിടെയെന്നുള്ളൊരു കാര്യം ചോദിക്കുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് UK പോയിക്കുന്ന അവിടുത്തെ ജയിലിനകത്തേക്ക് പോയിക്കുന്ന അല്ലെങ്കിൽ ജയിലിനകത്ത് ചെന്ന് പെട്ടേക്കുന്ന ഒരു കഥാപാത്രമാണ് ജോൺ എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ വരുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഡയലോഗ് കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹം അതിനുള്ളിൽ ചെന്ന് പെട്ടേക്കുന്ന പോലെയാണ് കാണാൻ വരുന്നത്. സോ ഒരു പക്ഷേ മാറിപ്പോയിട്ട് മറ്റൊരാൾക്ക് പകരം ഇദ്ദേഹത്തിനെ കൊണ്ടുപോയതാണോ എന്നുള്ളൊരു കാര്യം അറിയില്ല. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ഇംഗ്ലീഷ് സിനിമ മണക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാലോണിൻ്റെയും അർണോൾഡിൻ്റെ പടം കൂടിയിട്ടുള്ള നമ്മുടെ അർണോൾഡിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു പണ്ട്, പ്രിസൺ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു പടം ഉണ്ടായിരുന്നു. ആ പടം പോലത്തെ ഒരു പടമാണോ ഇതെന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അർണോൾഡ് ആൻഡ് സിൽവസ്റ്റർ സ്റ്റാലോൺ കൂടിയിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയായിരുന്നു അതെന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇൻസ്പിറേഷൻ ആണല്ലോ, ഹോളിവുഡ് സിനിമകളുടെ ഇൻസ്പിറേഷൻ ആണ്. സോ അങ്ങനെയൊക്കെയാണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. എനിവേസ് നമുക്ക് കണ്ടുനോക്കാം. വാവ്, എമി ജാക്സൺ ഭയങ്കര ലുക്കുള്ള കടൻ. എൻ്റെ അമ്മോ. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമി ജാക്സന്റെ കഥാപാത്രത്തിന് കാണാൻ പറ്റുന്നുണ്ട്. എമി ജാക്സന്റെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസറാണ്.
100% ഷുവറാണ് അവരൊരു UK പോലീസ് ഓഫീസറാണ്. അവർ യൂണിഫോമിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് മേ ബി ഈ ഒരു ജയിലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ജയിലിൽ കൊണ്ടുവന്നിടുന്ന സമയത്ത് ഇയാളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഇദ്ദേഹം ഹെൽപ്പ് ചോദിക്കുന്നത് മേ ബി ഇവരോടായിരിക്കും. മേ ബി ഈ ഒരു ജയിൽ സൂപ്രണ്ട്, നമ്മുടെ അവിടുത്തെ ജയിൽ സൂപ്രണ്ട് പോലെ ഈ ജയിലിനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ആളായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കാം എമി ജാക്സന്റെ എന്ന് പറയുന്നത്. സോ അവരുടെ അടുത്താണ് ഈ ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ജോൺ എന്ന് പറയുന്ന കഥാപാത്രം ശ്രമിക്കാനായിട്ട് പോകുന്നത്. ഓ എമി ജാക്സന്റെ കഥാപാത്രം ഫുൾ ടൈം ആന്റഗണിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവസാനത്തുന്ന സമയത്ത് ഇവർ രണ്ടാളും ഒറ്റക്കെട്ടായിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഈ സീൻ കാണുന്ന സമയത്ത് ഇവർ രണ്ടാളും കൂടി ഒറ്റ ഫ്രെയിമിലാണ് നിൽക്കുന്നത്. സോ മേ ബി ഈ സിനിമയുടെ തുടക്ക ഭാഗത്ത് വളരെ അധികം ആന്റഗണിസ്റ്റ് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓഫീസറായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് എമി ജാക്സൺ എന്നുണ്ടെങ്കിലും ഇയാളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇയാളെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഓഫീസറായിട്ട് തന്നെയാണ് എമി ജാക്സന്റെ കഥാപാത്രത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. സോ ജയിലിനകത്ത് ഒരു വലിയ ഫൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, വലിയ ഫൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓ, നിങ്ങൾക്ക് ഈ ഫൈറ്റ്സ് കാണുന്ന സമയത്ത് ഏതെങ്കിലും സിനിമ ഓർമ്മ വന്നോ? ഞാൻ നിങ്ങളോട് അത് ചോദിക്കുകയാണ്. കാരണം എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ ആ പേര് എഴുതിയേക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈറ്റ്സും പിന്നെ ഇപ്പം ഇങ്ങനെ കറങ്ങി വന്നിട്ട് അടിക്കുന്ന ആ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ദില്ലീനെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ വല്ലാതെ മിസ് ചെയ്ത് പോയ മനുഷ്യനെ. കൈദി സിനിമയുടെ ഒരു ലെറ്റർ പോലത്തെ ലെറ്റേഴ്സാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഫൈറ്റ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മേ ബി സിനിമയുടെ ഫൈറ്റ്സ് ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം, നല്ല കൈദി എഫക്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കൈദി പോലത്തെ ഫൈറ്റ്സ് ഫീൽ ചെയ്തു. ഒരിക്കലും കൈദി ആവാനായിട്ട് ഒരു സിനിമയെ കൊണ്ട് പറ്റില്ല, അത് വേറെ കാര്യം. ഓക്കെ, ജാനുവരി 12 സിനിമയുടെ റിലീസ്. സോണി മ്യൂസിക്കാണ് ഇവരെടുത്തേക്കുന്നത്. ഓക്കെ, സോ അരുൺ വിജയുടെ അടുത്ത ഒരു ഗംഭീരமான പടം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സിനിമ. എന്തായിരിക്കും സിനിമ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. കാരണം ഈ സിനിമയിൽ ഭയങ്കരമായൊരു പ്രതീക്ഷ ഒന്നും ഞാൻ വെക്കുന്ന ഒരാളല്ല. പക്ഷേ ഓഫ് കോഴ്സ് ഈ സിനിമയുടെ ക്യാൻവാസ് വളരെ വലുതായതുകൊണ്ട് തന്നെ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ സിനിമ വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്തുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമയിലിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് ആക്ച്വലി. അതായത് മലയാളം, തമിഴ്, തെലുങ്ക് ആൻഡ് ഹിന്ദിയിൽ വരുന്ന 4 ഭാഷകൾ വരുന്നൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ എന്താവും എങ്ങനെയാവും എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് കണ്ടന്നെ അറിയാം. എനിവേസ്, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നറേഷനാണ് ഇഷ്ടം? കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മളതിനെ റിയാക്ട് ചെയ്യുന്നതാണോ അതോ വീഡിയോൻ്റെ ഇടയിൽ റിയാക്ട് ചെയ്യുന്നതാണോ ഇഷ്ടം എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം മിക്സ്ഡ് ഒപ്പീനിയൻ വരും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഐ നോ ദാറ്റ് ദർ ഈസ് എ സ്മോൾ ഇൻ്റർഫിയറൻസ്, ബട്ട് നിങ്ങൾക്ക് ആ ഫ്ലോൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കണ്ട് പോകാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി കണ്ടു വരും. അതുകൊണ്ടാണ് ഞാനത് ഒറ്റ ഫ്ലോയിലങ്ങ് പറഞ്ഞൊരു കാര്യം നോക്കുന്നത്. എനിവേസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ഫിറ്റ് ഒൺ ആൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. മറ്റൊരു വീഡിയോ ഇന്ന് രാത്രി തന്നെ വരും. ഇറ്റ്സ് ഫിറ്റ് ഒൺ ആൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.